എന്താണിത് കൃഷ്ണേ? നമ്മുടെ ഇത്ര ദിവസത്തെ പ്രയത്നം വ്യർത്ഥമായി പോയോ? ചികിത്സയുടെ സമയത്ത് ഇവനോട് നമ്മൾ പറഞ്ഞതെല്ലാം മറന്ന് അവൻ മറ്റെന്തോ ചിന്തയിൽ മുഴുകിയിരുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇവൻ ഈ വികൃത രൂപത്തിൽ തന്നെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ ശരീരം കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. വെള്ളത്തിൽ ഒഴുക്കി വിടുക എന്നത് മാത്രമേ ഇനിയുള്ള ഒരേ ഒരു മാർഗം. തൃശൂൽ എപ്പോ വന്നു മോനെ? ശിവാനി എവിടെ? അവള് നിന്റെ കൂടെ വന്നില്ലേ? അയ്യോ, നിനക്കിത് എന്താ പറ്റിയത്? ദമയന്തി, ഗോവിന്ദ, മധുമതി, നന്ദേശ, ഇവനൊന്നും സംസാരിക്കുന്നില്ല. തൃശൂൽ 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 എന്താ മോനെ? എന്ത് പറ്റി? ശിവാനി എവിടെ? പറയടാ. എന്ത് പറ്റിയടാ നിനക്ക്? ശിവാനി എവിടെയാന്നൊന്ന് പറയടാ തൃശൂൽ. ഒന്നുമില്ലടാ, ശിവാനിക്കൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. പറ്റില്ല അച്ഛ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവള് പോയി അച്ഛ. എങ്ങോട്ടും പോവില്ലടാ, അവള് വരും. വരില്ല അച്ഛ. ശിവാനി ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. അവളെന്നെ ഒറ്റയ്ക്കാക്കി ദൂരേക്ക് അകന്നു പോയി. എന്തൊക്കെ നീ പറയുന്നേ? ഏതൊക്കെയോ പാവികൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ശിവാനിയെ കത്തിച്ചു കളഞ്ഞു അച്ഛ. അതെ അച്ഛ, ഞാൻ പറയുന്നതെല്ലാം സത്യം തന്നെയാ. നമ്മുടെ ശിവാനിയെ കത്തിച്ചു കളഞ്ഞു. നമ്മുടെ ശിവാനി ആരൊക്കെ ചേർന്ന് കത്തിച്ചു കളഞ്ഞു വെച്ചാ. എന്തൊക്കെ തൃശൂൽ നീ പറയുന്നത്? ആരെന്ത് ചെയ്തു? ഭൂപതി ഞങ്ങൾ അടച്ച നമ്മുടെ ശിവാനിയെ കത്തിച്ചു കളഞ്ഞത്. അച്ഛൻ ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ അച്ഛ. ഭൂപതി ഞങ്ങളുടെ കൂടെ ആരൊക്കെയോ ചേർന്ന് നമ്മുടെ ശിവാനിയെ കത്തിച്ചു കളഞ്ഞു വെച്ച. ഭൂപതിയോ? തൃശൂൽ എന്തൊക്കെ ഈ പറയുന്നേ? ശിവാനിക്കും ഭൂപതിക്കും തമ്മിൽ എന്ത് ബന്ധം? അവനെന്തിനാ അവളെ കൊന്നത്? തൃശൂർ, ശിവാനിയെ കാണാതായതുകൊണ്ട് നിന്റെ മനസ്സിന്റെ സമനില പറ്റി പറയുന്നല്ലോ. പറയടാ തൃശൂൽ, നീ പറയുന്നത് ഞങ്ങളൊന്നും വിശ്വസിക്കില്ലടാ. ശിവാനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഒരു തവണയെങ്കിലും പറയടാ. പറ മോനെ. ചേട്ടാ നോക്ക്, ഇവിടെ എന്തൊക്കെയോ പിച്ചുമീ പറയാ. തൃശൂൽ, തൃശൂർ, നീ ഈ പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല മോനെ. എന്താ ഉണ്ടായെന്ന് പറയുന്നേ? അതേ മുത്തശ്ശി, നമ്മുടെ ശിവാനി ഇപ്പൊ വെറും ചാരോ. അവളെയും എന്റെ കുഞ്ഞിനെയും രണ്ടാളെയും അവരും ജീവനോടെ കത്തിച്ചു കളഞ്ഞു. നന്ദീശ, അല്ലടാ, അളിയന്റെ ഫ്രണ്ട് ഭൂപതി ശിവാനിയെ കൊന്നല്ലേ ഇവൻ പറയുന്നത്? ഇനി ഇവൻ പറഞ്ഞത് എന്തെങ്കിലും സത്യമുണ്ടോ? അറിയില്ല ഗോവിന്ദമ്മ, എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം.
ഈ ദിഗ്വിജയന് പഴയ രൂപം വരുമെന്നും നാഗമാണിക്യം ലഭിക്കുമെന്നും ഞാൻ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും ഒരുപാട് സന്തോഷിച്ചിരുന്നു ഞാൻ. എന്നാൽ സർവ്വതും പാഴായിപ്പോയി. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ദാക്ഷായണി. ഇനി ഇവൻ നമുക്കൊരു തലവേദനയാ. ഇവന്റെ ശരീരം ഒഴുക്കി വിടുന്നതാ നല്ലത്. ജലസംസ്കാരം ആരംഭിക്കാം. ഓം ജലസംസ്കാര മൃത്യുസംസ്കാര അന്ത്യസംസ്കാര. ഓം മൃത്യുദേവതായ മോക്ഷദേവതായ. മരണത്തെ ജയിക്കാൻ, വേദനയെ മറികടക്കാൻ ഞാൻ ഇവിടില്ല. മരണത്തെ തന്നെ അതിജീവിച്ച് മരിച്ചിട്ടും വീണ്ടും ഞാൻ ഉണർന്നു വരികയാണ്. അപ്പോ തൃശൂല് പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ കാണുന്നത് കത്തിക്കരിഞ്ഞ ചാരമാണ്. അത് ശിവാനിയുടേത് തന്നെ. ഭൂപതി ശിവാനിയെ വല്ലാതെ ഉപദ്രവിച്ച് അവളെ ചുട്ട് ചാമ്പലാക്കിയിരിക്കുന്നു. എന്തു വലിയൊരു പാപിയാണവൻ. അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ എന്തോ നടന്നിട്ടുണ്ട്. എന്റെ മകന്റെ കൂടെ ജീവിക്കേണ്ടവളാണ് അവൾ. അവളോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി? ഇത് ദിഗ്വിജയനല്ലേ? ഇത് ദിഗ്വിജയനല്ല. ഞാൻ വെള്ളത്തിലേക്കിട്ടത് ദിഗ്വിജയനെ ആയിരുന്നു. എന്നാൽ ഇവൻ ആരാണ്? ഇത് ദിഗ്വിജയനല്ല. ഇത് നിന്റെ രൂപമല്ല. പിന്നെ നീ ആരാണ്? നീ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുവാനായി പ്രയത്നിച്ചതിന് ഇതാണോ കിട്ടിയ പ്രതിഫലം? നമ്മുടെ ചികിത്സ തെറ്റാൻ എന്താണ് സാധ്യത ദാക്ഷായണി? എവിടെയും തെറ്റ് സംഭവിച്ചിട്ടില്ല. എല്ലാം ശരിയായാണ് നടക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച രൂപം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ കാണുന്ന ഈ രൂപം അത് ഞാൻ തന്നെയാണ്. എന്റെ അതേ അംശവും. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ രൂപം എന്റെ അനിയൻ ധനഞ്ജയന്റെയാണ്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചത് നിനക്ക് ഇങ്ങനെ ഒരു രൂപം നൽകണമെന്നല്ല. ദിഗ്വിജയൻ എന്ന പഴയ രൂപം എല്ലാവർക്കും അറിയാം. അതെന്റെ ശത്രുക്കൾക്കും അറിയാം. ഇത്രയും ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പൂജ ചെയ്യുന്ന സമയത്ത്
ചികിത്സ നൽകിയപ്പോഴും ഓരോ ക്ഷണവും ഈ രൂപം തന്നെ എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ രൂപം കിട്ടിയത്. എന്റെ ശത്രുവായ നാഗറാണിക്കെതിരെ പോരാടാൻ ഈ രൂപം എന്നെ സഹായിക്കുന്നതാണ്. എങ്കിൽ നിന്റെ അനിയൻ എവിടെ? അവൻ എവിടെയുണ്ടെന്ന് എനിക്കൊരൂഹവുമില്ല. എന്റെ വീട്ടുകാർക്കും അറിയില്ല. ഞാനിപ്പോൾ വീട്ടിലേക്ക് ദിഗ്വിജയനായിട്ടല്ല പോകുന്നത്, ധനഞ്ജയനായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കാരണമാണ് നീ ആഗ്രഹിച്ച രൂപം നിനക്ക് ലഭിച്ചത്. ഞങ്ങൾ നിനക്ക് പുനർജീവൻ നൽകി. നീ ഞങ്ങൾക്ക് നൽകിയ വാക്ക് പ്രകാരം നീ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. തന്ന വാക്ക് പാലിക്കാത്തവനല്ല ദിഗ്വിജയൻ. നാഗമാണിക്യം എവിടെയെന്ന് പറയാം. നാഗമാണിക്യം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സഹായവും ചെയ്യാം. എനിക്ക് ആ നാഗമാണിക്യം ആവശ്യമില്ല. നാഗറാണിയെയാണ് ആവശ്യം. അവളോടുള്ള എന്റെ പ്രതികാരമാണ് തീർക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും. എനിക്ക് വേണ്ടതെന്താണോ അത് സമയം വരുമ്പോൾ ഞാൻ തന്നെ ആവശ്യപ്പെട്ടുകൊള്ളാം. എനിക്ക് വേണ്ടതോ നിനക്ക് തരാൻ സാധിക്കുന്നതോ ആയ ഒന്നും തന്നെ ഇപ്പോൾ നിന്റെ കയ്യിലില്ല. എനിക്ക് ആവശ്യമായ വസ്തു അത് നിന്റെ കയ്യിൽ എത്തി എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ തന്നെ ചോദിച്ചുകൊള്ളാം. നോക്കൂ, നിങ്ങൾ ചികിത്സിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. കൃഷ്ണേ, 3 ദിവസത്തിലൊരിക്കൽ നീ ഒരു രക്തദാഹിയായി മാറുമെന്നതും എനിക്കറിയാവുന്ന കാര്യമാണ്. പുറത്ത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്നാൽ എന്റെ വീട്ടുകാരെ മാത്രം ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് എനിക്ക് വാക്ക് തരണം. നിന്റെ നീതിക്ക് അധിഷ്ഠിതമായിരിക്കും എന്റെ രീതികളെന്ന് മറക്കണ്ട. ജാഗ്രത. ആർക്കും ഒരു തിന്മയും ആഗ്രഹിക്കാത്ത കുട്ടിയാണ് ശിവാനി. അങ്ങനെയുള്ളവളെ കൊന്നു കളഞ്ഞല്ലോ പാപികൾ. ഒരുപക്ഷെ അവളുടെ നല്ല സ്വഭാവം തന്നെയാണോ അവൾക്ക് ശാപമായത്? നീ ഒന്ന് വെറുതെ ഇരിക്കും മധുമതി. നമ്മുടെ ശിവാനിക്ക് ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മുടെ തൃശ്ശൂരിൽ കണ്ട എന്തോ ചീത്ത സ്വപ്നമായിരിക്കും. സ്വപ്നമല്ല കൊച്ചമ്മേ, പച്ചയായ സത്യം തന്നെ. അതെ, ഞാൻ പോയി നോക്കിയിരുന്നു. ശിവാനി മരിച്ചു എന്നുള്ളത് സത്യം തന്നെ. അല്ല നന്ദീശ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അതേ ഗോവിന്ദണ്ണ, പോയി കണ്ട സ്ഥലത്ത് ശിവാനിയുടെ ചാരം കിടപ്പുണ്ടായിരുന്നു. അതായത് നമ്മുടെ ശിവാനി. സത്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ശിവാനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവള് തിരിച്ചു വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. എന്നിട്ട് നീ ഇങ്ങനെയാണോ വന്ന് പറയുന്നേ? എന്റെ ദൈവമേ, ആരുടെ ദൃഷ്ടിയാണോ ഈ കുട്ടികളുടെ മേൽ പതിച്ചിരിക്കുന്നത്? എന്റെ ദൈവമേ, വയസ്സായത് ഞാനാണല്ലോ. എന്നെ അന്ന് വിളിച്ചോണ്ട് പോകാമായിരുന്നില്ലേ? ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ശിവാനി നീ എന്തിനാ വിളിച്ചോണ്ട് പോയേ? എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ കൊച്ചുമകനെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഇവർ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് ദൈവത്തിന് പോലും അസൂയ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. എന്റെ ശിവാനി ആരോടും ഒരു അന്യായം ചെയ്യാത്തവളായിരുന്നു. വളരെ നല്ലവളാണ് അവള്. ഞാനൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. എന്നോടെല്ലാം പറയുമായിരുന്നു. അവൾ എവിടേക്ക് തന്നെ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകുള്ളൂ. എന്നാൽ ഇപ്പൊ നോക്കി, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോയില്ലേ? എന്തിനാ ശിവാനി എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലെന്ന് പറയുമായിരുന്നു. വരും, നമുക്ക് പോകാം. ദിഗ്വിജയ, നീ ധനഞ്ജയനാണെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയി കയറും. അതിനുശേഷം നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന സത്യം മറന്ന് സ്വഭാവം മാറ്റില്ലെന്ന് എന്താണ് ഉറപ്പ്?
നിനക്ക് ചികിത്സ നൽകിക്കൊണ്ടിരുന്ന സമയത്ത് നിന്റെ രൂപത്തിന് പകരം നിന്റെ അനുജന്റെ രൂപം ലഭിക്കണമെന്ന് നീ ആഗ്രഹിച്ചു. നീ ഇനി എത്രയൊക്കെ ആണയിട്ട് പറഞ്ഞാലും നിന്നിലുള്ള സംശയം എനിക്ക് മാറില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്റെ കൂടെ തന്നെ വരാം. ഞങ്ങൾക്ക് എങ്ങനെ നിന്റെ കൂടെ വരാൻ സാധിക്കും? എന്ത് ബന്ധം പറഞ്ഞാണ് അങ്ങോട്ട് വരേണ്ടത്? ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞ് നീ എല്ലാവരെയും പരിചയപ്പെടുത്തും. ഞങ്ങളുടെ സ്ഥാനം എന്തായിരിക്കും? ഞങ്ങളുടെ വേഷം എന്തായിരിക്കും? എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ധനഞ്ജയനാണ്, ദിഗ്വിജയന്റെ അനുജൻ. ദിഗ്വിജയന്റെ സ്വഭാവവും പ്രവൃത്തിയും ഇഷ്ടമാകാതെ 27 വർഷം മുമ്പ് ആ വീട് വിട്ട അനിയനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. എന്നാൽ അതെല്ലാവർക്കും അറിയാവുന്ന സത്യവുമാണ്. വീട്ടുകാർ അവന്റെ രൂപമെല്ലാം തിരിച്ചറിയട്ടെ എന്ന് കരുതി തന്നെയാണ് അവൻ വീട് വിട്ട് പോയപ്പോഴുള്ള രൂപം തന്നെ ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ രൂപത്തിൽ തന്നെ വീട്ടിലേക്ക് ചെല്ലും. നിങ്ങളെ എന്റെ ബന്ധുക്കളായിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെയെല്ലാം രൂപഭാവങ്ങൾ മാറ്റിയെടുക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പിന്നീട് ഞാൻ പറയാം. വരൂ. എടാ, എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറയടാ. എന്താടാ ഈ കാണുന്നൊക്കെ? നമ്മൾ ആ ഗുരുവിനെ കൊണ്ടുവന്നത് ആ ദിഗ്വിജയനെ കണ്ടുപിടിച്ച് തരാമെന്നും നാഗമാണിക്യം സ്വന്തമാക്കി തരാമെന്നും പറഞ്ഞിട്ടല്ലേ? ഇപ്പൊ നാഗമാണിക്യം കാണാനില്ല, ആ ദിഗ്വിജയൻ എവിടെയാണെന്നൊരു സൂചന പോലുമില്ല. എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. ആ ദിഗ്വിജയനെയാണ് കാണുന്നില്ല. ഭൂപതി മരിച്ചുപോയി. ആര് കൊന്നു, എന്തിനു കൊന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ ഒറ്റയ്ക്ക് മരിച്ചതൊന്നല്ല, വെറുതെ മരിച്ചതല്ല. മുതലാളിയുടെ മരുമകളെ കൊന്നു കളഞ്ഞിട്ട് അവനും കൂടെ ചത്ത. അവൻ ചാകാൻ പാടില്ലായിരുന്നു. എന്റെ കൈകൊണ്ടായിരുന്നു അവൻ തീരേണ്ടത്. ഏയ്, വായടക്കണ. കൊല്ലുവായിരുന്നത്രേ, കൊല്ലുവായിരുന്നു. കാര്യം അറിയാതൊന്നും സംസാരിക്കണം നന്ദിശ. ഒരു കൊതുകിനെ പോലും കൊന്നു കഴിഞ്ഞാൽ ആ കൊതുകിന്റെ ടീം ഫുള്ളായിട്ട് വന്ന് കടിക്കുമെന്ന് വിചാരിച്ച് പേടിച്ചു തൂറി നടക്കുന്നതാണ് ഈ ഭൂപതി. ആ അവനാണോ ദിഗ്വിജയുടെ മരുമകളെ കൊല്ലുന്നത്? നമ്മൾ അറിയാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനും അതാടാ സംശയിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നുണ്ട്. ഗുരുക്കൾ വരുന്നുണ്ട്. ഗുരുക്കളെ, അങ്ങ് കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്തുണ്ടായി ഗുരുക്കളെ? ഭൂപതി മരിച്ചിരിക്കുന്നു. അറിഞ്ഞു. ജ്വാലമാലിനി എനിക്ക് കാട്ടിത്തന്നു. ഗുരുക്കളെ, എന്താണിതെല്ലാം? നാഗമാണിക്ക് മോഷ്ടിച്ചതിന് ശേഷം സാംബശിവൻ മരിച്ചു. സാമ്പ്രാട്ടിനെ കാണുന്നില്ല. ആ ദിഗ്വിജയനാണെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇതൊന്നും കൂടാതെ ഇപ്പോ ആ ഭൂപതിയെ നമുക്ക് നഷ്ടമായി. ഇനി ബാക്കിയുള്ളത് ഞങ്ങളൊക്കെയാ. ചിലപ്പോ മരണം ഞങ്ങളെയും പിന്തുടരുന്നുണ്ടാവും, അല്ലേ? സമാധാനപ്പെടൂ, ധൈര്യമായിരിക്കൂ. എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ എതിരെ വരുന്ന വലിയ സമസ്യ നമ്മൾ കാണാതെ പോകരുത്. ഗുരുക്കളെ, അവൻ മരിക്കുന്നതിന് മുമ്പ് ശിവാനെയും കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? അങ്ങോട്ട് എത്താനുള്ള മാർഗം എന്താണ്? ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. തായി ജ്വാലമാലിനി കാട്ടിത്തരുന്ന വഴിയിൽ ഞാൻ നടക്കുന്നതാണ്. നിങ്ങൾ പൊയ്ക്കൊള്ളൂ. വിശ്വസ്തനായ ഒരു ശിഷ്യനെ തന്നെയാണ് ലഭിച്ചത്. പക്ഷെ ഇന്നവനില്ല. അങ്ങനെയെങ്കിൽ അവനെ കൊന്നതാരാണ്? നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. യോ പാം പുഷ്പം വേദാത് പുഷ്പവൻ പ്രജാവാൻ പശുമാൻ ഭവതി. യാ ഹേവം വേദ യോ പാമായതനം വേദ ആയതനവാൻ ഭവതി. നാനാവിധ പരിമളപത്ര പുഷ്പാണിം സമർപ്പയാമി. വനസ്പതിരസോപേതോ ഗന്ധാഢ്യോ ധൂപ ഉത്തമഃ. ആഗ്രേയ സർവദേവാനാം ധൂപോയ പ്രതിഗൃഹ്യതാം. ഈ ഭസ്മ 7 ദിവസത്തിനുള്ളിൽ നദിയിൽ ഒഴുക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് ശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് സ്വാമിജി? മരിക്കേണ്ടി വരുമോ?